ആമീൻ എന്ന് പറയുക. അഥവാ അല്ലാഹുവേ നീ ഈ ദുആക്ക് ഉത്തരം നൽകണം, ഈ ദുആക്ക് നീ ഉത്തരം നൽകണം. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി ആമീൻ പറയുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ മസ്ജിദിൽ ഒരു കൂട്ടമായി എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളും പറയാ എന്ന രൂപത്തിൽ പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. മറിച്ച് നമ്മൾ ആമീൻ പറയുന്ന സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്താണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് ചോദിക്കപ്പെട്ടു, അകാന ഇബ്നു സുബൈർ യുഅമ്മിനു അലാ ഇസ്രി ഉമ്മിൽ ഖുർആൻ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിയതിനു ശേഷം ആമീൻ പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ഖാല അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു, നഅം, അദ്ദേഹം പറയാറുണ്ട്. വയുഅമ്മിനു മൻ വറഅഹ്, അദ്ദേഹത്തിന്റെ പിറകിലുള്ള ആളുകൾ ആമീൻ പറയും. വഇന്ന ലിൽ മസ്ജിദി ലജ്ജഹ്, മസ്ജിദിനൊരു ഇളക്കമുണ്ടാകാറുണ്ട്. എല്ലാവരും ആമീൻ അത്രയും ശ്രദ്ധയോടുകൂടി പറയുന്ന കാരണത്താൽ മസ്ജിദിന് ഒരു ഇളക്കമുണ്ടാവാറുണ്ട് എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹിൽ നിന്ന് അബ്ദുർ റസാഖ് അസ്സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഇമാം ഇബ്നു ഹസ്ം അദ്ദേഹത്തിന്റെ മുഹല്ലയിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആമീൻ പറയുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. നമ്മൾ വലിയ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആമീൻ, അള്ളാഹുവേ എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണം, എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണം. അതുപോലെ തന്നെ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറയാണ്, അദ്റക്തു 200 നഫ്സിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന് 200ഓളം ആളുകളെ എനിക്ക് ഈ മസ്ജിദിൽ ലഭിച്ചിട്ടുണ്ട്. ഇദാ ഖാലൽ ഇമാമു വലദ്ദാല്ലീൻ, ഇമാമു വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ സമിഅതു ലഹും റജ്ജതൻ ബിആമീൻ, അവർ ആമീൻ എന്ന് ഉറക്കെ പറയാറുള്ളത് കൊണ്ട് പള്ളി ഒന്ന് കുലുങ്ങാറുണ്ടായിരുന്നു എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോൾ 200-ലധികം സഹാബികൾ. അപ്പോൾ ആമീൻ പറയുന്നതിനെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് ആമീൻ പറയുന്ന വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക, ആമീൻ പറയുന്ന വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ ആമീൻ പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തി ദുആ ചെയ്ത് നമ്മൾ ആമീൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ദുആ സ്വീകരിക്കണേ എന്ന് പറയുന്നത് പോലെ മാത്രമല്ല, മറിച്ച് നമ്മളും ദുആ ചെയ്യുന്നവരെ പോലെ തന്നെയാണ്. ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു, അത് കേട്ട് നമ്മൾ ആമീൻ പറയുകയാണെങ്കിൽ അതേ കാര്യം നമ്മളും ദുആ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതല്ലാതെ ആമീൻ പറയുന്നവർ രണ്ടാമത്തെ തട്ടിൽ, ദുആ ചെയ്യുന്നവർ ഒന്നാമത്തെ തട്ടിൽ എന്ന രൂപത്തിലല്ല. അല്ലെങ്കിൽ ആമീൻ പറയുന്നവർക്ക് ദുആ ചെയ്യുന്നവരെക്കാളും സ്ഥാനം കുറവ് എന്നല്ല, മറിച്ച് രണ്ടാളും ദുആ ചെയ്തതുപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുക. സൂറത്തു യൂനുസിലെ 88-ാം വചനത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന അല്ലാഹു പറയുന്നു. അദ്ദേഹം പറഞ്ഞു, വഖാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, അല്ലാഹുവേ നീ ഫിർഔനിനെ ഈ ദുനിയാവിൽ ധാരാളം സമ്പാദ്യങ്ങളും ദുനിയാവിന്റെ സുഖങ്ങളും നൽകിയിട്ടുണ്ട്. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, അല്ലാഹുവേ അവന്റെ ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അവൻ വഴികേടിലാക്കുകയാണ്. റബ്ബനാ തുമിസ് അലാ അംവാലിഹിം, അല്ലാഹു അവന്റെ സമ്പാദ്യം നീ നശിപ്പിക്കണം. വഷ്ദുദ അലാ ഖുലൂബിഹിം, അവന് നീ പ്രയാസമുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ ദുആ ചെയ്തത് ആരാണ്? മൂസ അലൈഹിസ്സലാമാണ്. പിന്നെന്താണ് രണ്ടുപേരുടെ ദുആ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, ദഅ മൂസ വഅമ്മന ഹാറൂൻ, അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, മൂസയുടെ കൂടെ ഉണ്ടായിരുന്ന ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ദുആ ചെയ്തതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദുആ ചെയ്ത് മറ്റൊരു വ്യക്തി ആമീൻ പറയുമ്പോൾ രണ്ടാളും ദുആ ചെയ്യുന്നവർ തന്നെയാണ്, രണ്ടാളും ദുആ ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ ആമീൻ പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി ഞാൻ അള്ളാഹുവിനോട് ഹിദായത്താണ് ചോദിക്കുന്നത്, അത് വളരെ മഹത്വപ്പെട്ട ഒരു കാര്യമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി ഹിദായത്ത് ചോദിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചില ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് പോവെന്താ, എന്നെ അള്ളാഹു മുസ്ലിമാക്കാനാണ്, നമ്മൾ മുസ്ലിമീങ്ങളല്ല, ഇനി എന്ത് ഹിദായത്ത്? അതല്ല. ഹിദായത്ത് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും നമുക്ക് ഹിദായത്ത് വേണം. അർ-റിസാലത്തു തബൂക്കിയയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഹിദായത്ത്, മുസ്ലിം ആവാൻ ഹിദായത്ത് വേണം. മുസ്ലിമായി കഴിഞ്ഞാൽ നല്ല മുസ്ലിമായി ജീവിക്കാൻ ഹിദായത്ത് വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നല്ല രൂപത്തിൽ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം. എല്ലാ വിഷയത്തിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകണം. ഇവിടെ നമ്മൾ ദർസ് കേൾക്കുന്നു, ഈ ദർസ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം. അപ്പോൾ ഹിദായത്ത് ആവശ്യപ്പെടുക എന്നുള്ളത് മുസ്ലിം ആവാനുള്ള പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നന്മയിലേക്കുള്ള ചോദ്യമാണ് ഹിദായത്തിനുള്ള തേട്ടം.
അതുകൊണ്ട് ആമീൻ പറയുമ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹു എനിക്ക് ശരിയായ മാർഗം, നിന്നിലേക്ക് എത്തുന്ന മാർഗം, വഴിപിഴച്ച ആളുകളുടെ മാർഗമല്ല, അതിലേക്ക് നീ എനിക്ക് മാർഗദർശനം നൽകണം. അതാണ് നമ്മൾ ആമീൻ പറയുന്നത്. ആ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര മാധുര്യമാണ് നിസ്കാരത്തിന്. അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് പല ആളുകളും പറയുന്ന ഞാനടക്കം പലപ്പോഴും നിസ്കാരങ്ങൾ ഒരു ചടങ്ങ് പോലെ തീർക്കും. ബാങ്ക് കൊടുത്തു, പള്ളിയിൽ വന്നു, നിസ്കരിച്ചു പോകുന്നു. അതല്ലാതെ നിസ്കരിക്കുമ്പോൾ അതിലൊരു മാധുര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് ഈ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സഹാബത്തിന്റെ കാലഘട്ടം നമ്മൾ വായിച്ചു നോക്കിയാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ശക്തമായ കാറ്റടിച്ചാൽ, ഇന്ന് പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ പല വാർത്താ മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകും, ചില സ്ഥലങ്ങളിൽ ചെറിയ ഭൂകമ്പം രേഖപ്പെടുത്തി ആളുകൾ പെട്ടെന്ന് എവിടേക്കാ പോകുന്നത്, ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. എന്നാൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ, ശക്തമായ കാറ്റടിച്ച് അവസാന നാൾ സംഭവിക്കുമോ എന്ന് അവർ പേടിച്ചാൽ അവരും ചെയ്യും, നേരെ മസ്ജിദിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത് ഖുർറത്തു ഐനി ഫിസ് സ്വലാ, എനിക്ക് നിസ്കാരത്തിലാണ് കൺകുളിർമ ലഭിക്കുക. ഈ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു സമാധാനം, മനസ്സിനുള്ള ആശ്വാസം, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ ഈ ആശയങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് സ്വഹാബത്തിന്റെ വിജയം. ഇസ്ലാമിന്റെ മാധുര്യം അവർ ആസ്വദിച്ചു, ഇസ്ലാമിന്റെ അന്തസ് അവർ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. ഖുർആൻ ഓതുമ്പോൾ അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ചാണ്. ഇതുപോലെ ഫാത്തിഹ ഓതുമ്പോഴെങ്കിലും നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്നാൽ ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആമീൻ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെയെങ്കിലും ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയും. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇമാമിന് ശേഷമാണോ പറയണമെന്നൊക്കെ. ഏറ്റവും ശരിയായ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇമാമിന്റെ കൂടെ ആമീൻ പറയുക. ഇമാം ആമീൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആമീൻ പറയുക. ഇനി ആമീൻ പറയേണ്ട രൂപങ്ങൾ, അതിൽ പല രൂപങ്ങളും വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ ചിലത് പറയാം. ഒന്നാമത്തേത് ആമീൻ എന്നുള്ളത് ഹംസയും അലിഫും അതുപോലെ തന്നെ യാവും രണ്ടും 2 ഹറക്കത്ത് നമ്മൾ നീട്ടുക. അഥവാ ആമീൻ, യാക്കും 2 ഹറക്കത്ത് നീട്ടുക, അതുപോലെ തന്നെ ആദ്യത്തെ ഹംസക്കും 2 ഹറക്കത്ത് നീട്ടുക. ആ 2 ഹറക്കത്ത് എന്ന് പറയുമ്പോൾ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയം, 2 ഹർഫ് ഉച്ചരിക്കുന്ന സമയം. അത് നമ്മൾ വിരലും മടക്കി നോക്കിയാൽ മതി. ആ മീൻ, ആ സമയം, അങ്ങനെ ചെറിയ സമയം, അതാണ് ഒരു ഖിറാഅത്തിന്റെ രീതി. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന 2 ഹറക്കത്ത് എന്നുള്ളത് ഹഫ്സിന്റെ ഖിറാഅത്തിലാണ്. ഇനി വർഷിന്റെ ചില ഖിറാഅത്തുകൾ അനുസരിച്ച് 4 ഹറക്കത്തുകൾ വരെ നീട്ടാം. അഥവാ മീൻ, രണ്ടിടത്തും 4 ഹറക്കത്ത് നീട്ടാം, അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെയും നീട്ടാം. 2ഉം അനുവദനീയമാണ്, 4ഉം അനുവദനീയമാണ്, 6ഉം അനുവദനീയമാണ്. മനസ്സിലായോ? ഒന്നുകിൽ ആ മീൻ 2 ഹറക്കത്ത്, അല്ലെങ്കിൽ 4 ആ മീൻ, അല്ലെങ്കിൽ 6. ഇത് രണ്ടും ഖിറാഅത്തുകൾ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ്. ഇമാമായിട്ട് നിസ്കരിക്കുമ്പോഴാണെങ്കിൽ ഇമാം എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ തന്നെ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇമാം എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ തന്നെ പറയാൻ വേണ്ടി പരിശ്രമിക്കുക.